ആയിഷ പോറ്റിക്ക് നേരം വെളുത്തു. ഇങ്ങനെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും നേരം വെളുത്തെങ്കിൽ ഈ രാജ്യം എത്രയോ മനോഹരമാകുമായിരുന്നു. EMS ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളെ ഏത് വേദിയിൽ വിളിച്ചാലും, ആറോ പിന്തിരിപ്പൻ്റെ വേദിയിൽ വിളിച്ചാലും, എതിരാളിയുടെ വേദിയിൽ വിളിച്ചാലും നിങ്ങൾ പോകണം. പക്ഷെ അവിടെ നിങ്ങൾ എന്ത് പോകുന്നു എന്നുള്ളത്, അവിടെ എപ്പോൾ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല വിഷയം, നിങ്ങളവിടെ എന്ത് പറയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, മാർക്സിസ്റ്റുകാരനാണെങ്കിൽ മറ്റൊരു വേദിയിൽ പോയാൽ നിങ്ങൾ കമ്മ്യൂണിസം പറയണം, മാർക്സിസം പറയണം, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള മാർക്സിയൻ കാഴ്ചപ്പാട് പറയണം. അതിനപ്പുറം മറ്റൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എവിടെ വേണം പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ആയിഷ പോറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പോകുന്ന തന്നെ വലിയ വാർത്തയാക്കി. അവരതാ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയൊക്കെ ആക്കി. അതിനേക്കാളൊക്കെ വലിയ ട്രോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ, ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവർ ഉമ്മൻചാണ്ടിയെ ഉയർത്തിപ്പറയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയാണ് എല്ലാവർക്കും മാതൃകയാകേണ്ട മുഖ്യമന്ത്രി, ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ കൂടിയുള്ള ഒരു പാഠമാണ് എന്ന് നമ്മൾ പഠിക്കണം. പിണറായി വിജയൻ്റെ അടുത്ത് പത്രക്കാർ ഇന്നലെ മിഥുൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്നാക്കിയിട്ട് കയറിപ്പോകുന്ന പിണറായി വിജയൻ, അതുപോലെ തന്നെ ഈ ഓരോ വിഷയങ്ങളിലോട് പ്രതികരിക്കുമ്പോൾ പത്രക്കാരൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവസാനമായിട്ടോ അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കുമ്പോൾ സമയം എത്രയായി, നിങ്ങൾ ഏത് പത്രത്തിൽ നിന്നാ, മതിയാക്കിക്കോളൂ, ഇന്നത്തേക്ക് മതി എന്നൊക്കെ പറഞ്ഞ് ധാർഷ്ട്യത്തോടുകൂടി പോകുന്ന ഒരു മുഖ്യമന്ത്രി. മറുവശത്ത് ജനകീയനാണ് ഈ മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷത്തുള്ള CPMൻ്റെ മുൻ MLA പറയുന്നൊരു മുഖ്യമന്ത്രി. ഇതെല്ലാം നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ജനമനസ്സുകളിൽ, ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടായിരുന്ന കുഞ്ഞുഞ്ഞ് പോയതിൻ്റെ വാർഷികമായിരുന്നു ഇന്നലെ, ചരമവാർഷികമായിരുന്നു. അതിൻ്റെ ഒരു ചടങ്ങിലാണ് ആയിഷ പോറ്റി ഈ വാർത്ത പറഞ്ഞത്. മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. 18 മണിക്കൂർ അതാണ് ജനസമ്പർക്ക പരിപാടിയിൽ നിന്നിട്ട് വെള്ളം കൊടുത്തിട്ട് ആ വെള്ളം വാങ്ങി കുടിക്കാതെ താഴെ വച്ചിട്ട് അപേക്ഷ നോക്കിക്കൊണ്ടിരുന്ന അപേക്ഷ കൂടി വെള്ളം ചോദിക്കുന്നു, വെള്ളം കൊണ്ട് സഹപ്രവർത്തകർ കൊണ്ടുവരുന്നു. എന്നാൽ ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുന്ന അപേക്ഷ കൂടി തീർത്തിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യത്വത്തിൻ്റെ ആൾരൂപമായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ഇന്നലെ ആയിഷ പോറ്റി ഉയർത്തി പറഞ്ഞു. എന്തായാലും ആയിഷ പോറ്റിയുടെ രാഷ്ട്രീയ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും വരുന്ന സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയാകും. ഉമ്മൻചാണ്ടി എന്തിനു ഉയർത്തി പറഞ്ഞു? മറ്റൊരാളിന് നന്മയുണ്ടെങ്കിലും തിന്മയുണ്ടെങ്കിലും തിന്മ മാത്രമേ നമ്മൾ പറയാവൂ, നന്മ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ മാധവൻകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഉണ്ടായിരുന്ന, പിന്നെ ദേശാഭിമാനിയിലും കൈരളിയിലൊക്കെ കൺസൾട്ടൻ്റ് മാധവൻകുട്ടി മാപ്പ് പറഞ്ഞു. സരിതയുടെ കേസൊക്കെ ഇത്രമാത്രം വല്ലാത്ത രൂപത്തിൽ എഴുതുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് മാപ്പ് പറഞ്ഞു. അപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി കേസിൽ നിന്നെല്ലാം പുറത്തു വന്ന് ഉമ്മൻചാണ്ടി വീണ്ടും തിളങ്ങി നിൽക്കുന്നു. വിവാദങ്ങൾ ഒഴിയുന്നില്ല. അതിനിടയിലാണ് ആയിഷ പോറ്റിയുടെ പുതിയ വിവാദം വന്നിരിക്കുന്നത്. അവർ കോൺഗ്രസ് വേദിയിൽ ചെന്ന് ഉമ്മൻചാണ്ടിയെ ഉയർത്തിപ്പറഞ്ഞു. ഇനി അതിൻ്റെ പുകലുകളായിരിക്കും വരാനിരിക്കുന്ന സമ്മേളനങ്ങളിലും CPM വാളുകളിലും നടക്കാൻ പോകുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ആയിഷ പോറ്റിയുടെ ഇനി അവർ എന്തായാലും MLA ആയി നിൽക്കാൻ സാധ്യതയില്ല. 3 പ്രാവശ്യം MLA ആയി. പക്ഷെ മറ്റെന്തെങ്കിലും സ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, വല്ല കോർപ്പറേഷൻ്റെയോ എന്തിലെയൊക്കെ ചെയർമാനായി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി അടയും. ഇനി അവർക്ക് നടപടി വരാതിരിക്കട്ടെ. ഇപ്പോൾ അവർ പാർട്ടി മെമ്പറാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ ആണെങ്കിൽ തന്നെ ലോവർ ലെവലിലായിരിക്കും പ്രവർത്തിക്കുക. ഇനി അവർക്ക് അവരുടെ മെമ്പർഷിപ്പ് കൂടി നഷ്ടപ്പെടാതിരിക്കട്ടെ. എന്തായാലും അവർ ഒരു സത്യം പറഞ്ഞു. ഈ സത്യം കേൾക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കഴിയട്ടെ. എല്ലാ തെറ്റുകൾക്കും അപ്പുറം, എല്ലാ തിന്മകൾക്കും അപ്പുറം ഒരാളിലൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മ മനസ്സിനെ പുറത്ത് പറയാൻ നമുക്ക് കഴിയണം. ആയിഷ പോറ്റിമാർ നീണാൾ വാഴട്ടെ.